ഞാൻ ഏത് ഇൻഡസ്ട്രിയിൽ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എല്ലാത്തിനും ഒരു കസ്റ്റമറുണ്ട് ഈ ലോകത്ത്. നിങ്ങളുടെ കഴിവ് തന്നെ നിങ്ങൾ ബിസിനസ് ആക്കുകയാണെങ്കിൽ അത് കുറച്ച് എളുപ്പമായിരിക്കും. ഹലോ ഗൈസ്, ദിസ് ഇസ് ഹരീഷ്. ഇന്നത്തെ ബിസിനസ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഏത് ഇൻഡസ്ട്രിയിൽ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. കുറേ ഗൾഫിൽ നിന്ന് ആലോചിക്കണമായിരിക്കും, എനിക്ക് എന്തെങ്കിലും വന്ന് നാട്ടിൽ തുടങ്ങണം, റിട്ടയർഡ് ലൈഫിൽ എന്തെങ്കിലും തുടങ്ങണം, അല്ലെങ്കിൽ യങ്സ്റ്റർ പിള്ളേരായിരിക്കും എന്തെങ്കിലും തുടങ്ങണം, എന്തെങ്കിലും ഒരു ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യണം. ദാറ്റ് ഈസ് എ ഫ്യൂച്ചർ അല്ലേ. എല്ലാവർക്കും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ നാടും വളരും. അപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ടല്ലോ നമുക്ക് തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഏത് ഇൻഡസ്ട്രിയിൽ തുടങ്ങണം. നമുക്ക് റീറ്റെയിലുണ്ട്, നമുക്ക് കേരളത്തിൽ ടൂറിസം ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി ഉണ്ട്, മെഡിക്കൽ ഫീൽഡുണ്ട്, അഗ്രികൾച്ചറുണ്ട്. അഗ്രികൾച്ചറൊക്കെ ഭയങ്കര ഒരുപാട് ചാൻസ് കിട്ടുന്ന സംഭവം. പിന്നെ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ആർട്ട് ആൻഡ് കൾച്ചറുണ്ട്, ഫിനാൻഷ്യൽ സർവീസസ് കൊടുക്കാൻ പറ്റിയ ഇൻഡസ്ട്രി ഉണ്ട്, അല്ലാതെ സർവീസ് ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരെ ഫസ്റ്റ് നിങ്ങളെ എക്സ്പീരിയൻസ് ഏതിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ആ എക്സ്പീരിയൻസിൽ തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് ടൈം നിങ്ങൾക്ക് ലാഭിക്കാം. ബിക്കോസ് ഓൾറെഡി യു ഹാവ് എക്സ്പീരിയൻസ് അല്ലേ. 10 to 15 years എക്സ്പീരിയൻസ് വെച്ചിട്ട് ബിസിനസ്സിൽ വരുന്നതാണ്. നിങ്ങളെ സർവീസ്, നിങ്ങളുടെ കഴിവ് തന്നെ നിങ്ങൾ ബിസിനസ് ആക്കുകയാണെങ്കിൽ അത് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അതല്ലാതെ നിങ്ങൾ ഇത്രയും വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിൽ സെയിൽസിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റിൻ്റെ ഏരിയ എല്ലാം പഠിച്ചെടുക്കണം. ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. ഇപ്പോൾ ഒരു മുട്ടുസൂചിയാണെങ്കിലും വിറ്റിട്ട് നമുക്ക് ജീവിക്കാം. എല്ലാത്തിനും ഒരു കസ്റ്റമറുണ്ട് ഈ ലോകത്ത്, ഏത് സർവീസിൽ. ഈവൻ പ്രീമിയം കാറായ ബുഗാറ്റി, റോൾസ് റോയ്സ്, അതിനും കസ്റ്റമേഴ്സുണ്ട്. അത് നോർമൽ വില കുറഞ്ഞ സാധനത്തിനും കസ്റ്റമറുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ് നമുക്ക് ചെയ്യാൻ താല്പര്യമെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഇൻഡസ്ട്രി ഒന്ന് സ്റ്റഡി ചെയ്യുക. ആ ഇൻഡസ്ട്രിയിൽ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് നോക്കാം. സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ തരത്തിൽ ഉള്ള ഇതാണ് വേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയ ഏതാണ്, ആ ഏരിയയിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ വർക്കാവോ, ആ ഏരിയയിൽ അത്രയും കസ്റ്റമർ ബേസ് ഉണ്ടോ, പോപ്പുലേഷൻ ഉണ്ടോ, എവിടെ നിന്നൊക്കെ ആൾക്കാർ ആ ലൊക്കേഷനിൽ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ 10 സൂപ്പർ മാർക്കറ്റ് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ഇടയിലുള്ളതാണോ നമ്മളിൽ എന്തെങ്കിലും യുണീക്കായിട്ടുണ്ടോ. നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് എ നമ്പർ 1 തിങ് അല്ലേ. നമുക്ക് ആ ടൈം അതിനകത്ത് കൊടുക്കാൻ പറ്റുമോ, അത് വേറെ ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല പല ഫാക്ടേഴ്സാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ ആക്ച്വലി കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏത് ബിസിനസ് തുടങ്ങാൻ പറ്റും എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റൂ. ആ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഇൻഡസ്ട്രീനെ കുറിച്ച് പഠിച്ചിട്ട് ആ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങാം. അതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ പല ആൾക്കാരും പറയണ കേട്ടിട്ട് ഏതെങ്കിലും അറിഞ്ഞുകൂടാത്ത ഒരു ഫീൽഡിലോട്ട് പോയി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.